രേണു സുതിച്ചേട്ടൻ്റെ മണമുള്ള സ്പ്രേ അത് ഉണ്ടാക്കി കൊണ്ടുവന്ന ലക്ഷ്മി നക്ഷത്ര ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്ന രേണു എഗെയിൻ. ഈ ഒരു കോണ്ടൻറ്റ് ആണ് ഇന്നലെ ഞാൻ ചെയ്യാൻ വെച്ചത്. ഇപ്പം അതിലേക്ക് ആഡായതാണ് കൊല്ലം സുധിയുടെ മകൻ്റെ ഇൻ്റർവ്യൂ എടുത്ത ചാനൽ. ഇത് മൊത്തത്തിലാണ് ഈ ഒരു സ്കീം. ഈ ഒരു ലൂപ്പ് ഇങ്ങനെ പോവുകയാണ് സോഷ്യൽ മീഡിയയിൽ. ഒരു പരിധി വരെ ഞാനടക്കം വീഡിയോ ചെയ്യുന്നവരും പിന്നെ ഓൺലൈൻ മീഡിയാസ് ഇവരുടെ പിന്നാലെ പോകുന്നവരൊക്കെയാണ് ഇതിലൊരു കാരണം. അവരും അത് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, വന്നാൽ വരട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള മുതലെടുപ്പ് അവർക്കുണ്ട്. കാരണം ഇല്ലെങ്കിൽ അവർക്കൊരു എക്സിസ്റ്റൻസ് ഇല്ല. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ അവർക്ക് രേണു എന്ന പേരിനൊപ്പം സുധി എന്നുള്ള പേരും കൂട്ടി അവർ പറയുന്നു, അതെല്ലാവരും പറയണം. ഓക്കെ, കാരണം അവർക്കൊരു ഇൻഡിവിജ്വൽ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലുള്ള എക്സിസ്റ്റൻസ് അവർ നോക്കുന്നില്ല. അവർക്കെപ്പോഴും രേണു സുധി സാധനം മതി, മീഡിയാസും അത് മതി. കാരണം ഇത് ഇട്ട് കഴിഞ്ഞാൽ മോഹൻലാൽ നടന്നു വന്നാലും മമ്മൂട്ടി നടന്നു വന്നാലും കിട്ടാത്ത അത്ര വ്യൂവർഷിപ്പാണ് രേണു സുധി നടന്നു വന്നാൽ ഇപ്പോൾ ഓൺലൈൻ മീഡിയാസിന് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാനടക്കമുള്ള എല്ലാവരും ഇത് കോണ്ടൻ്റ് ആക്കുന്നത്. പക്ഷെ കോണ്ടൻ്റ് ആക്കുമ്പോഴും അതിലെന്തെങ്കിലും ഒന്ന് വേണ്ടേ? അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചിരുന്നത് ആദ്യമൊക്കെ വേണ്ട, ഇത് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, കാരണം ഒന്നുമില്ലാത്തത് ചെയ്യുന്നേക്കാൾ നല്ലത് എന്തെങ്കിലും ഉള്ളത് ചെയ്യുന്നതല്ലേ. അപ്പോൾ ഈ ഒന്നുമില്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ദാസേട്ടൻ കോഴിക്കോടിൻ്റെ ഒപ്പം റോട്ടിൽ നിന്ന് ഡാൻസ് കളിച്ചിട്ട് ബൈക്ക് പോണ ആരോ അവിടെ എന്നിട്ട് പറഞ്ഞിട്ട് ആട്ടി വിട്ടു. അതിൻ്റെ മുകളിൽ കുറേ ചർച്ചകൾ. എന്തിന്? അത് അവർ തന്നെ ഡ്രാമയായിട്ട് ഷൂട്ടിനിടയിൽ ചെയ്തതാണെന്നുള്ളത് ദാസേട്ടൻ കോഴിക്കോട് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ അതിൽ പ്രത്യേകിച്ച് ഒരു ഗതാഗത വകുപ്പ് മന്ത്രിക്കോ അല്ലെങ്കിൽ ട്രാഫിക് പോലീസിനോ കംപ്ലൈൻറ്റ് കിട്ടിയ സ്കീമൊന്നും ഞാൻ അവിടെ കണ്ടിട്ടില്ല. പിന്നെ ഒരു സോഷ്യൽ മീഡിയയിൽ റെഗുലറായിട്ട് വീഡിയോസ് ചെയ്യുന്ന ആളുകൾക്കൊരു റെസ്പോൺസിബിലിറ്റി വേണം. ഓക്കെ, അല്ലെങ്കിൽ പെർമിഷൻ എടുത്തിട്ട് വേണം ഈ വക പരിപാടികൾ കാണിക്കാൻ. അത് റീൽസ് അല്ല, വേറൊരു വലിയ ഷൂട്ടായിരുന്നു. സോ എന്താണെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അതങ്ങനെ അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ വിമർശനമൊക്കെ പറഞ്ഞിട്ട് ആ സൈഡിൽ കൂടി പോയി. പിന്നെ ആസ് യൂഷ്വൽ രേണു സുധിയുടെ കല്യാണത്തിൻ്റെ ഫോട്ടോഷൂട്ട്, ഓക്കെ, റിയൽ ലൈഫിലെ കല്യാണത്തിൻ്റെ ഫോട്ടോഷൂട്ട്, വീഡിയോ ഷൂട്ട്, പിന്നെ ആ സെറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ. രേണു സുധി ഐസ്ക്രീം കഴിച്ചോ, ചക്കപ്പുഴുക്ക് കഴിച്ചോ, രേണു സുധി മേക്കപ്പ് ഇടുന്നു, ഈ സാധനങ്ങൾ ഒക്കെ ഇങ്ങനെ ഒരു സൈഡിലൂടെ സോഷ്യൽ മീഡിയയിൽ നമ്മളെ ഇവിടുത്തെ ഓൺലൈൻ ചാനലുകൾ അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടൈറ്റിലും അതിൻ്റെ തംബ്നെയിലും അതിലവർ ചോദിക്കുന്ന, രേണുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഒരു സൈഡിൽ ഭയങ്കര അരോചകമാണ്. ഓക്കെ, അവരും ആ അരോചകമായിട്ടുള്ള ചോദ്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. വരട്ടെ എന്ന് പറഞ്ഞിട്ട്. ഇതിനിടയിലാണ് ഈ പെർഫ്യൂം വീണ്ടും കയറി വരുന്നത്. ഒരു ട്രോള് ഞാനിവിടെ പ്ലേ ചെയ്യാം. എനിക്ക് ഒരു വലിയൊരു ആഗ്രഹമുണ്ട്, ഏട്ടൻ്റെ സ്മെല്ല് ഇതിലുണ്ട് ഇപ്പോഴും, ഏട്ടൻ്റെ സ്മെല്ല്. അപ്പോൾ ആ സ്മെല്ല് എനിക്ക് ലൈഫ് ലോങ് എൻ്റെ കൂടെ തന്നെ വേണമെന്ന് എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ മരിച്ചവരുടെ സ്മെല്ല് എടുത്തിട്ട് പെർഫ്യൂം ഉണ്ടാക്കി നമുക്ക് തരുമെന്ന്. എനിക്ക് എൻ്റെ ഏട്ടൻ്റെ മണം ലൈഫ് ലോങ് എപ്പോഴും കൂടെ വേണമെന്ന്. നിങ്ങൾക്ക് അത് മണത്താൽ ഇവിടെ ഓടും. അതുപോലത്തെ ഒരു സ്മെല്ലാണ് അതിന്. അതായത് സൂചേട്ടൻ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുളിക്കുന്നതിനൊക്കെ മുന്നേ ഷട്ടൂരി ഇടത്തില്ലേ, അപ്പൊ അതിന്റെ ആ ഒരു വിയർപ്പും പിന്നെ ബ്ലഡ് എല്ലാം കൂടിയുള്ള ഒരു സ്മെല്ലാണ്. അതിന്റെ പെർഫ്യൂം എങ്ങനെ ദേഹത്ത് അടിച്ചോണ്ട് നടക്കുന്നത്? അത് അടിക്കാൻ പറ്റുന്ന അല്ല അത് തീർന്നിട്ടും ഇല്ല, അത് അതുപോലെ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഇപ്പൊ കൊല്ലം സുധിയുടെ മണം ഇവൾക്ക് ഭയങ്കര ഒരു ബാഡായോ? കൊല്ലം സുധിയുടെ മണത്തിനെ കുറിച്ച് ഇവൾ എന്ത് പറയുന്നു? പെർഫ്യൂം ഉണ്ടാക്കിയപ്പോൾ ഇതായിരുന്നല്ലോ സ്കീം. ഈ പറഞ്ഞ രേണു ആണെങ്കിലും ലക്ഷ്മി നക്ഷത്രയാണെങ്കിലും ഈ പെർഫ്യൂം ഉണ്ടാക്കിയ അന്നത്തെ ആ വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഒക്കെ ഈ പെർഫ്യൂമിൻ്റെ മണം ഇങ്ങനെയായിരിക്കും. അതായത് നോർമലി ഇപ്പം നമ്മൾ അടിക്കുന്നൊരു പെർഫ്യൂമിൻ്റെ മണം ആയിരിക്കില്ല എന്നും അത് ഒരു പെർഫ്യൂമായിട്ട് ഡെയിലി ഉപയോഗിക്കാൻ പറ്റാത്ത സാധനമാണ് എന്നുള്ളതും ഒക്കെ അന്നും ഇവർ പറഞ്ഞ കാര്യമാണ്. ഇന്ന് അവർ സംസാരിക്കുമ്പോൾ അന്ന് അവർക്ക് ആളുകൾക്ക് ഈ രേണു എന്ന് പറഞ്ഞ വ്യക്തിയോടുള്ളൊരു ആംഗിൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സുധിയുടെ വൈഫ്, അവർ ഭയങ്കര സ്ട്രഗ്ലിംഗ് ആണ്. അപ്പോൾ അവർ സെൻറ്റിമെൻറ്റ്സ് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ടൈമിലാണ് ഈ സംഗതി വന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്തുള്ള സപ്പോർട്ടും അല്ലെങ്കിൽ അവർ പറയുന്നതിലൊരു ഓഡിറ്റൊന്നും ആരും വെക്കില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് രേണുവിന് ഭയങ്കര മാസീവ് ഹെയ്റ്റാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഹെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഹെയ്റ്റിൻ്റെ എക്സ്ട്രീമിലാണ് രേണു നിൽക്കുന്നത്. ഓക്കെ, സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും ഹെയ്റ്റ് ചെയ്ത ആളുകളുടെ കൂട്ടത്തിൽ രേണു ഏറ്റവും ടോപ്പിൽ കൊണ്ടുപോയി നിൽക്കും, വെച്ചിട്ടുണ്ട് ഇവിടെ മീഡിയാസ് എല്ലാവരും കൂടി ഇവർ കാണിച്ചു കൂട്ടിയിട്ട്. അവർക്ക് അത്രയും ഹെയ്റ്റ് അവരായിട്ട് ഇത് ഓപ്റ്റ് ചെയ്തതാണ്, അത് വേറെ കാര്യം. മീഡിയാസിനെ കംപ്ലീറ്റ്ലി ഒന്നും പറയാനും പറ്റില്ല. എന്താണെങ്കിലും
ഇപ്പോൾ ഈ സ്പ്രേയെക്കുറിച്ച് സുധിയുടെ മണത്തിനെ കുറിച്ച് പറയുമ്പോൾ ആളുകൾ ആ സാധനം മൈൻഡിൽ വെക്കും. ഓ ഇവളിപ്പോൾ വലിയ ആളായി, ഇവിടെ കാണിച്ചു കൂട്ടാൻ നടക്കുന്നു ഇവളങ്ങ്. അതുകൊണ്ടാണ് ഇതിലേറ്റവും കൂടുതൽ തെറികൾ കേൾക്കേണ്ടി വന്നത്. അന്നും ഇന്നും രേണു പറയുന്ന കാര്യങ്ങൾ സെയിമാണ്. അത് ഉപയോഗിക്കാൻ പറ്റുന്ന സ്പ്രേ അല്ല, അതിൻ്റെ മണമേ വേറെയാണ്. ഞാൻ അന്നിട്ടുള്ള ലക്ഷ്മി നക്ഷത്രയുടെ വീഡിയോയുടെ കുറച്ച് മേജർ പോർഷൻസ് കൂട്ടിയിട്ടൊരു സാധനം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എന്നും കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് സുചേട്ടൻ ലാസ്റ്റ് ഇട്ടിട്ടുള്ള ഡ്രസ്സ് എനിക്ക് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരു വലിയൊരു ആഗ്രഹമുണ്ട്, ഏട്ടൻ്റെ സ്മെല്ല് ഇതിലുണ്ട് ഇപ്പോഴും, ഏട്ടൻ്റെ സ്മെല്ല്. അപ്പോൾ ആ സ്മെല്ല് എനിക്ക് ലൈഫ് ലോങ് എൻ്റെ കൂടെ തന്നെ വേണമെന്ന് എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ മരിച്ചവരുടെ സ്മെല്ലെടുത്തിട്ട് പെർഫ്യൂം ഉണ്ടാക്കി നമുക്ക് തരുമെന്ന്. എനിക്ക് എൻ്റെ ഏട്ടൻ്റെ മണം ലൈഫ് ലോങ് എപ്പോഴും കൂടെ വേണം. അതാണോ? അതെ. കാരണം ചില സമയങ്ങളിൽ നമുക്ക് അതിനോടുള്ള ആ മണത്തിനോടുള്ള നമുക്ക് ഒരുപക്ഷെ ബ്ലഡിൻ്റെ മണമാണോ വേർപ്പിൻ്റെ മണമാണോ, അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഞങ്ങളൊരു പെർഫ്യൂമേഴ്സ് ആകുമ്പോൾ അതിന് ഒരുപാട് ഫ്രെയിമുകൾ ഉണ്ടാവും. രേണുവിന് വേണ്ടിയിട്ട് യൂസഫ് ഭായി ഇത് തന്നുവിടാണ് കേട്ടോ. യൂസഫ് ഭായി ഇങ്ങനെ അരിച്ചാണ് കുറച്ച് കഴിഞ്ഞിട്ട് എനിക്കിത് തരാം. മണക്കട്ടെ? സുധിച്ചേട്ടനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ക്ഷീണിച്ച് വരത്തില്ല, വിയർപ്പൊക്കെ ആയിട്ട്. അതേ മണം തന്നെ സെയിമാണ് സുധിച്ചേട്ടൻ. ഒത്തിരി ഓവറായിട്ട് ഷൂട്ട് കഴിഞ്ഞിട്ട് നൈറ്റ് വരുമ്പോഴത്തേന് ഷർട്ടിന് വേട്ടന വരുമ്പോൾ ഉള്ള ആ സ്മെല്ല്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രേണുവിൻ്റെ അടുത്തും ദുബായിൽ ഞാൻ വിളിച്ചപ്പോഴും പറഞ്ഞേ ഇതൊരിക്കലും സുഗന്ധമല്ല കേട്ടോ. കാരണം ഭയങ്കര നമ്മൾ നടന്നു പോകുമ്പോൾ ഏത് പെർഫ്യൂം അവരടിച്ചിട്ടുള്ളത് അങ്ങനെ ചോദിക്കാൻ മാത്രം സുഗന്ധമല്ല. കാരണം അന്ന് യൂസഫ് ഭായി എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം ഒന്നാമത് കുറച്ച് നാൾ ഇത് എടുത്ത് വെച്ചപ്പം അതിൽ നമ്മൾ പറയില്ലേ പൂപ്പൽ പിടിക്കുക, അങ്ങനെ പൂപ്പലിന്റെ സ്മെല്ലുണ്ട്, ബ്ലഡിന്റെ സ്മെല്ലുണ്ട്, സൂചേട്ടന്റെ വേർപ്പിന്റെ സ്മെല്ലുണ്ട്. യൂസഫ് ഖാനോട് ചോദിച്ചിരുന്നു കഴിക്കുമോ ചോദിച്ചിരുന്നു. അന്ന് സൂചേട്ടൻ കഴിച്ചിട്ടുണ്ടായിരുന്നു, വലിക്കാറുണ്ട്. ആ മണങ്ങളെല്ലാം ചേർന്നിട്ടുള്ള പക്ഷെ സുധിച്ചേട്ടന്റെ മണാണത്. ഷൂട്ട് കഴിഞ്ഞ് വരത്തില്ലേ, കുറെ ട്രാവൽ ചെയ്ത് അളപ്പം സ്മെല്ല് കഴിച്ചിട്ടുണ്ടായിരിക്കും. അതിന്റെ എല്ലാം കൂടെ ഒരു മിക്സ്. പിന്നെ എല്ലാം ബ്ലഡിന്റെ മാത്രമില്ല, ബാക്കി ബ്ലഡ് എന്ന് പറഞ്ഞാൽ മരിച്ചപ്പോൾ ആയിരുന്നു ആ ബ്ലഡിന്റെ മണം. ബാക്കി എല്ലാം കൂടെ കൂടി സൂചിച്ചാട്ട ക്ഷീണിച്ച് വരുന്ന അതേ സ്മെല്ല്, ആ സെയിം. ഓക്കെ, അപ്പൊ അന്ന് തന്നെ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് ആ സ്പ്രേ ഉണ്ടാക്കിയ വ്യക്തിയും ലക്ഷ്മി നക്ഷത്രയും രേണുവും പറഞ്ഞതാണ്. ഓക്കെ, ഇതൊരു നോർമൽ സ്പ്രേ എന്നുള്ള രീതിക്ക് ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ല, അങ്ങനെ ഉപയോഗിക്കേണ്ട സാധനമല്ല, എന്നും മേത്തടിച്ച് നടക്കേണ്ട ഒരു പരിപാടിയല്ല എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഇത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴത്തെ രേണുവിൻ്റെ ഒരു ഹെയ്റ്റ് എത്രത്തോളം ഉണ്ടോ, അതുകൊണ്ട് രേണു എന്ത് പറഞ്ഞാലും ആ സംഗതി ഒന്നും ആളുകൾ ഇപ്പം എന്ത് ചെയ്യുന്നില്ല, എടുക്കുന്നില്ല. ഓക്കെ, അതിന് വേറൊരു വേർഷനാണ് ആളുകളിലേക്ക് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിനകത്ത് ഒരു തരം മീഡിയയുടെ ഈ ഓവർ ഇൻവോൾവ്മെൻറ്റ് ഇത് എവിടെ ചെന്ന് നിൽക്കും എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചു പോകുന്നത്. കാരണം ഇവരോട് ചോദിക്കുന്ന ചോദ്യങ്ങളും ഒക്കെ അങ്ങനെയാണ്. ഇപ്പോൾ രേണുവിനെ പിടിച്ചിരുത്തിയിട്ട് ചിലർ ചോദിക്കുന്നത് എസ്മ സീരീസിൽ അഭിനയിക്കാൻ പോകുമെന്നൊക്കെയാണ് ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നു എന്റെ പൊന്നു സുഹൃത്തെ, ഞാൻ ഈയിടെയല്ല അറിയുന്നത് യെസ്മ എന്നതാണ്. സത്യമായിട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു, ഈയിടെ അറിഞ്ഞു കേട്ടോ. കണ്ടന്റ് ഡിഫറെന്റ് ആയതുകൊണ്ടായിരിക്കാന്നാണോ, എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ്. അതും ആക്ടിങ് തന്നെ, ആക്ടിങ് ആണ്, പക്ഷെ ആ അഭിനയത്തിന് എനിക്ക് താല്പര്യമില്ല. ഇന്റിമസി ഇന്റിമസി എന്ന് പറഞ്ഞാൽ വേറെ ഇപ്പൊ നമ്മളിപ്പോ ചെയ്തില്ലേ ആൽബം സിനിമ, അതിനകത്തൊക്കെ ഉണ്ടല്ലോ ഇന്റിമസി. യെസ്മയ്ക്കത് മാത്രമല്ല ഇന്റിമസി, അത്ര ഇന്റിമസി ഇല്ലേ. അതെ, അത് തന്നെയാണ്ട് അവിടെ പറഞ്ഞു, എന്റെ പ്രേക്ഷകർ കുടുംബ പ്രേക്ഷകരാണ്, സോ അതുകൊണ്ട് ഞാൻ എസ്മ സീരീസിനകത്ത് അഭിനയിക്കുന്നില്ല. ഇതൊക്കെ കമന്റ് ബോക്സ് കത്തി അടിച്ച് ട്രോള് വരുന്ന സാധനങ്ങളാണ്. ഇവരെന്നെ ചോദ്യം എറിഞ്ഞു കൊടുക്കും, അവർ കൃത്യമായിട്ട് അതിന് ഏറും പിടുത്തമായിട്ടുള്ള കുറേ മറുപടിയും കൊടുക്കും.
ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഇപ്പോഴും പറയുന്നത് സെയിം തിങ്. ഇവർക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവ് ഫ്രെയിമിലൂടെ വരുന്ന ഫെയിം തന്നെയാണ് ഇവർക്ക് ആവശ്യം. പക്ഷേ അത് ഈ ഒരു രീതിക്ക് കാര്യങ്ങൾ മീഡിയ അവരെ ഭയങ്കരമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. അവർ ആ എക്സ്പ്ലോയിറ്റേഷൻ നിന്ന് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റേഷൻ അവരെ വിളിച്ചു വരുത്തുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആയിട്ടുള്ളത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ചോദിക്കുന്ന സമയത്ത് ഇവർ ഈ സ്പ്രേയെ കുറിച്ചിട്ട് കാണുന്നവർക്ക് പറയുമ്പോൾ ഭയങ്കര തോന്നാൻ കാരണം ഇപ്പോൾ അവരെ ഹെയ്റ്റ് കൊണ്ടാന്നുള്ളത്. നിങ്ങൾ ഈ സംസാരം നിങ്ങൾ നേരത്തെ ട്രോള് കുറച്ചല്ലേ കണ്ടു, ഇത് ഫുള്ള് കാണും. എന്റെ പൊന്ന സുഹൃത്തുക്കളെ, ആ പെർഫ്യൂം അടിക്കാനുള്ളതല്ല അത്. സുധിച്ചേട്ടന്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ അത് എനിക്കും കിച്ചുവിനും പിന്നെ എന്റെ വീട്ടുകാർക്കും കുറച്ച് പേർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു സ്മെല്ലാണ്. അത് അടിച്ചിട്ടേ ഇല്ല. ഇന്ന് ഈ നിമിഷം വരെ ദേഹത്തടിക്കുന്ന പെർഫ്യൂം അല്ല അത്. സുധിച്ചേട്ടനെ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മണം വേണം, അത് തുറന്നിട്ടൊന്ന് മണക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയാം സുധിച്ചേട്ടന്റെ സാന്നിധ്യം എവിടെയോ ഉണ്ടെന്ന്. അതിന് വേണ്ടിയിട്ടുള്ള പെർഫ്യൂമാണ്, അല്ലാതെ അത് അടിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് അത് മണത്താ ഇവിടെ നിന്ന് ഓടും. അതുപോലത്തെ ഒരു സ്മെല്ലാണ് അതിന്. അതായത് സുധിച്ചേട്ടൻ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുളിക്കുന്നതിനൊക്കെ മുന്നേ ഷർട്ട് ഊരി ഇടത്തില്ലേ, അതിന്റെ ആ ഒരു വിയർപ്പും പിന്നെ ബ്ലഡ് എല്ലാം കൂടിയുള്ള ഒരു സ്മെല്ലാണ്. അതിന്റെ പെർഫ്യൂം എങ്ങനെ ദേഹത്ത് അടിച്ചോണ്ട് നടക്കുന്നത്? അത് അടിക്കാൻ പറ്റുന്ന അല്ല അത് തീർന്നിട്ടും ഇല്ല, അത് അതുപോലെ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ സുധിച്ചേട്ടന്റെ സ്പ്രേയും ലക്ഷ്മി നക്ഷത്ര വീട്ടിൽ വരലുണ്ടോ, എസ്മ സീരിയസിൽ അഭിനയിക്കലുണ്ടോ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇവരോട് ചോദിക്കുന്നു. ഇവരതിനുള്ള ഉത്തരങ്ങൾ കൊടുക്കുന്നു. പിന്നെ ഈ സൈഡിൽ കാണുന്ന പോലത്തെ ഇതിന് ട്രോളെന്ന് പറയൂ, അതോ ഇവരെ പച്ചക്ക് ഇരുത്തി, ഞാൻ പറയുന്നില്ല, അമ്മാതിരി സാധനങ്ങൾ ഒരു സൈഡിൽ വേറെ ഉണ്ട്. ഓക്കെ, അങ്ങനെ കാര്യങ്ങൾ പോകുന്നതിൻ്റെ ഇടയിലാണ് ഇന്നലെ ഞാൻ കൊല്ലം സുധിയുടെ മകൻ, അതായത് രേണുവിൽ അല്ല മറ്റേ ആദ്യത്തെ റിലേഷനിലുണ്ടായിരുന്ന മകൻ്റെ ഇൻ്റർവ്യൂ കാണാനിടയായിരുന്നു. ഞാൻ ആ ഇൻ്റർവ്യൂ എടുത്ത ചാനലുമായിട്ട് നല്ല സ്കീമിലല്ലാത്തത് കൊണ്ടും എടുത്ത് ആ വീഡിയോ ഞാനെങ്ങാണ്ട് ഇവിടെ എടുത്ത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേറെ പരിപാടി അവരെനിക്ക് തരുന്നുള്ളത് കൊണ്ടും ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ വേണമെന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ട് അതിൻ്റെ വോയിസ് ഇങ്ങനെ ഞാൻ പ്ലേ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഏകദേശം അവർ ചോദിച്ച ചോദ്യങ്ങളോട് എന്തുവാണ് ഇതിൽ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം പരിപാടിയാണ് ആ ഇൻ്റർവ്യൂവിൽ ആ പയ്യനോട് ചോദിച്ചത്. അത് ഇൻ്റർവ്യൂ ചെയ്യുന്ന ചാനൽ അവതാരകയ്ക്ക് എഴുതി കൊടുത്തതാണോ, അതോ അവതാരകയുടെ മനസ്സിൽ വന്ന ചോദ്യം അവർ ചോദിച്ചതാണോ, അതോ ഈ പറയുന്ന രേണുവിനും ഒരു സപ്പോർട്ട് ആയിക്കോട്ടെ. കാരണം എപ്പോഴും മക്കളെക്കുറിച്ച് അമ്മ ഇങ്ങനെ പോകുന്നതുകൊണ്ട് മക്കൾ എന്നുള്ളൊരു ചോദ്യം സോഷ്യൽ മീഡിയയിൽ കമൻറ്റ് ബോക്സിൽ എപ്പോഴും വരുന്നുണ്ട്. സോ ഈ ഒരു പെർട്ടിക്കുലർ ചാനലിലാണ് ഏറ്റവും കൂടുതൽ രേണുവും ഫാമിലിയും വന്നിരുന്നിട്ട് സുധി പോയതിനു ശേഷം ഉള്ള ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ അവരാണ് മില്യൺ കവർ ചെയ്ത് പോയിട്ടുള്ളത്. സോ അവരോടൊരു കമ്മിറ്റ്മെൻ്റ് ഉള്ളത് കൊണ്ട് മകൻ്റെ ഇൻ്റർവ്യൂ കൊടുക്കാൻ സമ്മതിച്ചതാണോ, അതോ അവനായിട്ട് കൊടുത്തതാണോ, അതോ രേണുവിനെ കവർ ചെയ്യാൻ വേണ്ടി രേണുവിൻ്റെ മകനോട് കൊടുക്കാൻ പറഞ്ഞതാണോ എന്നുള്ളതിനെ കുറിച്ചൊന്നും നമുക്ക് ഐഡിയ ഇല്ല. പക്ഷെ ആ ചെക്കൻ പാവടെ, ആ ചെക്കനോട് ഇരുത്തി ഒരു മകനോട് അമ്മയുടെ ഇപ്പോഴത്തെ ആക്ടിവിറ്റീസിനെ കുറിച്ച് ചോദിക്കുന്നതിലൊരു മാന്യത വേണം, അല്ലെങ്കിൽ ചോദിക്കുന്നതിലൊരു കുറച്ച് ഉളുപ്പ് കാണിക്കണം. അതൊന്നും ഇല്ലാത്ത കുറേ കാര്യങ്ങളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളവർ. ഞാനതെന്താണെങ്കിൽ വീഡിയോ ആയിട്ട് പ്ലേ ചെയ്യുന്നില്ല, ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ ശബ്ദം കേട്ടോ. ഓക്കെ, അമ്മയുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്. അതിന് വരുന്ന കമന്റ്സ് ഒക്കെയോ? അങ്ങനെ നോക്കാറില്ല, വീഡിയോ കാണും. അമ്മ ഷൂട്ടൊക്കെ വരുന്ന സമയത്ത് കിച്ചണോട് വിളിച്ച് പറയാറുണ്ടോ? പറയും. എന്താ ഫസ്റ്റ് ഈ ഒരു മറ്റേ ദാസേറ്റുമായിട്ട് ആ ഒരു ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പറഞ്ഞായിരുന്നു. അന്നേരം എന്താ തോന്നിയേ? അമ്മയുടെ ഇഷ്ടം ചേട്ടൻ വിചാരിച്ചു. അതെ, എന്നിട്ട് അതിന്റെ ഔട്ട് വന്നിട്ട് വീഡിയോസ് ഒക്കെ പുറത്ത് വന്നപ്പോ കണ്ടായിരുന്നോ? അതിന്റെ താഴെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വന്ന് ആകെ വൈറലായി. വീഡിയോ കണ്ട് ജസ്റ്റ് അത്രേ ഉള്ളൂ. ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വന്ന് കണ്ടപ്പോഴത്തേക്ക് അമ്മ അത്രയും പേര് മോശമൊക്കെ പറയുന്നു കണ്ടപ്പോഴത്തേക്ക് ഇല്ല. ആ ചെക്കൻ്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോട്ട്. നിങ്ങൾ തന്നെ ഈ രേണും ഈ ചാനൽസും എല്ലാം കൂടിയാണ് ഈ വീഡിയോ എടുത്തിടുന്നത്. നാട്ടുകാർ കണ്ടിട്ടാണ് അതിൻ്റെ ഇടയിൽ കമൻറ്റിൽ തെറിയും ചീത്തയും പറഞ്ഞത്. നീ ചെക്കൻ എന്ത് ചെയ്തടേ? ചെക്കൻ എന്ത് ചെയ്യണം അതിന്? ചെക്കൻ ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഇല്ലല്ലോ. അവൻ്റെ ഇഷ്ടമാണ് അവൻ കാണണോ വേണ്ടെന്നുള്ളത്, കമൻറ്റ് വായിക്കണോ വേണ്ടെന്നുള്ളത്. വായിക്കാത്ത അവൻ്റെ അടുത്തേക്ക് വീണ്ടും നിൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞ കമൻറ്റ് നീ കണ്ടില്ലേ എന്നുള്ള കുറച്ച് ചോദ്യമായിട്ട് ചെന്നിരിക്കുകയാണ്. ആ ചെക്കൻ്റെ ഒരു അവസ്ഥയെ ഞാൻ ആലോചിച്ചു. ആ ചെക്കൻ ഇപ്പോൾ ചെറിയ പ്രായവും പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ റിയാക്ട് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് അവൻ ഇറങ്ങിപ്പോടേന്ന് പറയാത്തത്. ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ പോയി ചോദിച്ചതെന്നുണ്ടെങ്കിൽ ക്യാമറയും കൊടുവടിയും ലൈറ്റും എല്ലാം കൂടി എടുത്തിട്ട് തലയടിച്ചു കൂട്ടി ഇറക്കി വിടുക ചെക്കൻ. അങ്ങനെയൊന്നും കമന്റ്സ് ഒന്നും ഫ്രണ്ട്സ് ആയാലും പറയാറുണ്ട്. അതെ അതെ, കൂടുതലും എന്താ പറയാ എല്ലാരും പറയുന്നത് വെച്ചാൽ കണ്ടോ സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇഷ്ടത്തിന് നടക്കുന്നു,
അങ്ങനെയൊക്കെയുള്ള ഒരു അഭിപ്രായം വരുന്നുണ്ട്. അതിനെ എങ്ങനെയാ നോക്കിക്കാണുന്നത്? പിന്നെ ഈ ഒരു അച്ഛന്റെ മരണത്തിന് ശേഷം ഒരു എന്താ പറയാ ഒരു ഗ്യാപ്പ് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടില്ല. നെഗറ്റീവ് കമന്റ്സ് വരുന്നു. പിന്നെ അമ്മയാണ് പിന്നെ ഈ പറഞ്ഞ ഫോട്ടോഷൂട്ട് ആണെങ്കിൽ തന്നെ അമ്മ എക്സ്പോസ് ചെയ്ത് ചെയ്യുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൂടുതലും കമന്റുകളാണെങ്കിൽ. ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളാണെങ്കിൽ വേറെ കല്യാണം കഴിച്ചു എന്നുള്ള തരത്തിലൊക്കെ വരുന്നത് ഇത് കാണുമ്പോ എന്താ പറയാ ഞാനങ്ങനെ കാണാറില്ല. എന്താ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് വരും, ജസ്റ്റ് കമന്റ് വായിക്കാൻ പോവാ ഒന്നുമില്ല. അമ്മേനെ വിളിച്ചിട്ട് അമ്മ ഇങ്ങനെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും പറയാറുണ്ടോ? ഇല്ല, എനിക്ക് ഒരു ഷോർട്ടിൽ കണ്ടിട്ട് മാത്രം കഥ മനസ്സിലായില്ല, അപ്പം അങ്ങനെ വിളിച്ചു ചോദിച്ചു. അത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് അമ്മ അത്രയൊന്നും എക്സ്ട്രീം ലെവലിലേക്കൊന്നും പോയി ചെയ്യേണ്ട അങ്ങനെയൊന്നും അഭിപ്രായമൊന്നുമില്ല. ചെക്കനെ വിളിച്ചിരുത്തിയിട്ട് അങ്ങോട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുക. അമ്മേൻ്റെ വീഡിയോ കാണലുണ്ടോ, അമ്മ ചെയ്യുന്നതിന് ശരിയാണോ, അമ്മ ചെയ്യുന്ന വീഡിയോസ് അടിപൊളിയാണോ, അമ്മ ചെയ്യുന്ന വീഡിയോസിൻ്റെ അടിയിലെ കമൻറ്റ് വായിക്കും. ആരുടെ ഇത്? ആ ചെക്കൻ മാക്സിമം ഒഴിഞ്ഞു മാറാൻ നോക്കുന്നുണ്ട്, കാണാറില്ല. ചില സമയത്ത് വിളിച്ച് ചോദിക്കാറുണ്ട്, അപ്പം അതിന് ഉത്തരം കൊടുക്കാറുണ്ട്. മാന്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ചെക്കൻ. വീണ്ടും ഇതെന്താ പറയുക, ഒരാളെ ദേഹത്തൊരു മുറിവായി, ആ മുറിവിൽ കൊണ്ടുപോയിട്ട് മുളക് പൊടിയും മറ്റേ ഉപ്പും തേച്ച് അത് വ്രണമാക്കിയതിന് ശേഷം വീണ്ടും അതിനെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്ത് കുത്തി തുരന്നു പോകുന്ന ഒരുമാതിരി പറയണില്ല. അങ്ങനെയൊന്നും പ്രത്യേകിച്ച് അതായത് എല്ലാവരുടെയും സംശയം എന്താണെന്നറിയോ, അതായത് അമ്മ ഈ തരത്തിലൊക്കെ ഫോട്ടോഷൂട്ട് ആണെങ്കിലും വീഡിയോസ് ഒക്കെ ചെയ്യുന്ന തരത്തിൽ അങ്ങനെയൊക്കെ പോകുന്ന ടൈമിൽ കാരണം കിച്ചു വളർന്നു വരികയാണ്, ഋതു വളർന്നു വരികയാണ്, അപ്പൊ നിങ്ങൾക്കൊക്കെ നാണക്കേട് ഉണ്ടാവില്ലേ എന്നൊക്കെയാണ് എല്ലാവരുടെയും സംശയം. ശരി, എല്ലാവരുടെയും സംശയമാണ് അത്ര. നാണക്കേട് ഉണ്ടാവില്ല ഇത് തരത്തിലുള്ള ഫോട്ടോഷൂട്ട് വീഡിയോ ഷൂട്ട്? കിച്ചുവിനൊക്കെ നാണക്കേട് ഉണ്ടാവില്ലേ? അല്ല ഈ അവർ ചെയ്തതിൽ എന്താ നാണം കെട്ട പരിപാടി? ഇത് ചോദിക്കാൻ വേണം ഒരു ഉളുപ്പ്. ഒരു പെണ്ണെന്നല്ലേ ഇരുന്ന് ഈ ചോദിക്കുന്നത്, ഒരു ചാനലിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക ആങ്കറായിട്ട് വന്നതാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു നാണോമാനോ ലൈഫിലില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു സ്റ്റാൻഡില്ലേ? ആ ലേഡി എവിടെയെങ്കിലും നിങ്ങൾ ഈ പറയുന്ന ലിമിറ്റ് വെച്ച ഈ സാധനത്തിൻ്റെ പുറത്തേക്ക് അവർ പോയിട്ടുണ്ടോ? ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അവരവരുടെ വർക്ക് ചെയ്യണു, എല്ലാവരും ചെയ്യണ പോലെ തന്നെ അവർ ചെയ്യുന്നു. അവർ ഭർത്താവ് മരിച്ച ഒരു ലേഡിയാണെന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ പാടില്ല എന്നുണ്ടോ? എന്നാൽ മകനോട് പോയിട്ട് ചോദിക്കുന്നു അപ്പം മകനോട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ് നിന്റെ അമ്മ ചെയ്യുന്നത് ഒരു മോശം പ്രവൃത്തിയാന്നുള്ളത് പറയാനാണോ അങ്ങോട്ട് കയറി ചെന്നത്? ഈ ഉളുപ്പില്ലാത്ത വർഗ്ഗങ്ങൾ. ഇല്ല, അങ്ങനെയില്ല. അതുപോലെ തന്നെ ലക്ഷ്മി നക്ഷത്ര സുചേന്റെ പെങ്ങളാണ്. അങ്ങനെ അത്രയും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ എന്താ പറയാ അത്രത്തോളം ആളുടെയും കൂടെ ലൈഫിനെ ബാധിക്കുന്ന തരത്തിലാണെന്ന തരത്തിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അമ്മ പറയുന്നുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ വെച്ചതിന് ശേഷം ലക്ഷ്മി ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. കിച്ചനെ കോണ്ടാക്ട് ചെയ്യാറുണ്ടോ? മെസ്സേജ് അയക്കാറുണ്ട്. എന്തെങ്കിലും ഈ ഒരു വിദ്യാഭ്യാസത്തിന് നമ്മുടെ എഡ്യൂക്കേഷൻ ആണെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് ഒക്കെ ചെയ്യാറുണ്ടോ? മെസ്സേജ് അയക്കും, അങ്ങനെയൊക്കെ ഉള്ളൂ. കാണാൻ അതായത് വീട്ടിലേക്ക് വരണം എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ അടുത്ത ലക്ഷ്മി നക്ഷത്രമായിട്ട് ഇപ്പോഴുള്ള എങ്ങനെയാണ് ബന്ധം? മാരെ കുത്തിരും. അതായത് എവിടുന്നെങ്കിലും ചെക്കൻ്റെ വായെന്ന് ഇല്ല ലക്ഷ്മി നക്ഷത്രം ഇപ്പോൾ വിളിക്കാറില്ല, വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു മറ്റേ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെച്ച് ലക്ഷ്മി നക്ഷത്രയുടെ അടുത്തടുത്ത് പോകാമല്ലോ. അയ്യോ, ഇന്നാലും എൻ്റെ മക്കളെ ഇമാതിരി ഒരു സാധനം ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. അങ്ങനെയുള്ളൂ. അത് ശ്രദ്ധിച്ചാലുള്ള ടൈമിൽ അങ്ങനെ വീട്ടിലേക്ക് സ്ഥിരം വരാറൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ വരെ ഈ അടുത്തിറങ്ങിയ വീഡിയോസിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ അയ്യോ അങ്ങനൊന്നും ചോദിക്കില്ല, ഇടയ്ക്ക് ഇങ്ങനെ വരുമ്പം ഈ അമ്മയുടെ ആ അമ്മയുടെ വീഡിയോ കാണലുണ്ടോയെന്ന് ചോദിച്ചു. ചെക്കൻ ചിരിച്ചപ്പോഴത്തേക്കും ഒപ്പം അവരിരുന്നിരിക്കുന്നു, ആ ലേഡി ഇരുന്നിരിക്കുന്നു. അയ്യോ അമ്മയുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി കളയാൻ. ഇനി വരാൻ പോണത് രേണുവിനെ മകൻ തന്നെ ട്രോളി. രേണുവിൻ്റെ വീഡിയോ കാണാൻ സഹിക്കാൻ വയ്യാത്ത അല്ലെങ്കിൽ കണ്ടിട്ട് ചിരി അടക്കാൻ വയ്യാത്ത അത്രയും പരിഹസിച്ച് മകൻ ആ അമ്മയും മകനും തമ്മിൽ ചിലപ്പോൾ ഒരു എന്താ പറയുക ഒരു തരത്തിലുള്ള ബന്ധത്തിനും പ്രശ്നമില്ലാതെ പോവുമായിരിക്കും, നല്ല രീതിയിൽ പോവുമായിരിക്കും. ഈ ഒരു സാധനം കാരണം ഇനിയിപ്പോൾ അവർ തമ്മിലുള്ള ഈഗോ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. നിന്നോട് അങ്ങനെ ചോദിച്ചപ്പോൾ നീ എന്തിനാണ് ആ ചിരിച്ചത്, അതുകൊണ്ട് എനിക്ക് റോള് വരുന്നില്ല, ഈ സ്കീമിക്കൊക്കെ കാര്യങ്ങൾ ചിലപ്പോൾ ഞങ്ങൾ മാറാനുള്ള ചാൻസ് ഉണ്ട്. കാരണം സോഷ്യൽ മീഡിയയിൽ ഇത് ഇനി അതാ വരാൻ പോകണം. രേണുവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മകൻ ചെയ്തത് കണ്ടോ, അട്ടഹസിച്ച് ചിരിച്ചു, കളിയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ വഴി വെച്ചു കൊടുത്തിരിക്കുക. ഇപ്പൊ അമ്മയുടെ കുറെ പുതിയ ഫിലിം വരുന്നുണ്ടല്ലോ, അത് ഫസ്റ്റ് ഡേ തന്നെ പോയി കാണാനൊക്കെ ആഗ്രഹമുണ്ടോ?
ഉണ്ട് പോയി കാണുമല്ലോ പോയി. അല്ല അമ്മ ഇപ്പൊ ഒരു ഏകദേശം 3 ഫിലിമുകളെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അഭിനയിക്കുന്നുണ്ടല്ലോ. അപ്പം അത് വരുന്ന ടൈമിൽ പോയി കാണാൻ, ഫ്രണ്ട്സിനെ കൂടി പോയി കാണാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസമാണെങ്കിൽ തന്നെ അമ്മയുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ള തരത്തിൽ ഒരു ആൽബത്തിന്റെ ഷൂട്ടൊക്കെ വെച്ചിട്ട് ന്യൂസ് വരുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ ആ തരത്തില് അമ്മയുടെ വിവാഹം അങ്ങനെ കഴിഞ്ഞാൽ തന്നെ കിച്ചൺ എന്ത് തോന്നും? കഴിച്ചിപ്പം അത് അമ്മയുടെ ഇഷ്ടം. അതുപോലെ അത് മുന്നേ പറഞ്ഞിട്ടുണ്ട്, അമ്മ കല്യാണം കഴിക്കുകയാണെങ്കിൽ അമ്മയുടെ ഇഷ്ടം. അതിലൊരു അഭിപ്രായമില്ല. ഒരു എന്താ പറയാ, അച്ഛന്റെ ആ ഒരു സാന്നിധ്യം വിട്ടു പോകും, അല്ലെങ്കിൽ അച്ഛന്റെ ഭാര്യയായിട്ടൊരു ലൈഫ് ഉണ്ടല്ലോ. അങ്ങനെയില്ല, ഇപ്പം അമ്മയ്ക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാൻ വയ്യ, അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ നിൽക്കാനായിട്ടാണെങ്കിൽ ആ ചെക്കൻ വളരെ മാന്യമായിട്ട് മര്യാദയ്ക്ക് അവർക്ക് ഉത്തരം കൊടുത്തു. ഓക്കെ, മാക്സിമം കുത്തി നോക്കിയിട്ടുണ്ട് ചെക്കന് എന്തെങ്കിലും കിട്ടുമെന്നുള്ളത്. ഓൾറെഡി രേണു എന്ന് പറഞ്ഞാൽ അവർ സെൽഫ് ഓപ്റ്റ് ചെയ്തു, ബാക്കിയുള്ളവർ അവരെ നന്നായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ചെക്കനെ കൂടി വലിച്ചിട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് എന്തിനിടെ അതിൻ്റെ ആവശ്യം? ഇത് സത്യം പറഞ്ഞാൽ നിങ്ങൾ ആ മരിച്ചുപോയ സുധിയോട് ചെയ്യുന്ന ദ്രോഹമാണ്. ഓക്കെ, ഗതികേട് എന്നല്ലാതെ എന്ത് പറയാനാണ് ഞാൻ ആലോചിച്ചു. ആ ചെക്കൻ്റെ ഒരു അവസ്ഥയിൽ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെക്കൻ വിളിച്ച് പറയുമായിരിക്കും ഇവരൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്തതിൻ്റെ കഥ. ഇതാണെങ്കിലും കൊള്ളാം ഈ ലൂപ്പ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് രേണു വിചാരിക്കാതെ ഈ ലൂപ്പ് തീരില്ല. രേണു എന്നെ വിചാരിക്കണം. രേണു നോ, ഇനി മുതലൊന്നും വേണ്ട, ഞാൻ എൻ്റെ ലൈഫുമായിട്ട് മുന്നോട്ട് പോട്ടെ, ഞാൻ രേണു എന്നുള്ളൊരു ആർട്ടിസ്റ്റായിട്ട് എന്നെ നിങ്ങൾ കാണാൻ പറ്റുമെങ്കിൽ കണ്ടാൽ മതി. ഓൺലൈൻ മീഡിയനോട് എപ്പോഴെങ്കിലുമൊക്കെ ഒന്നൊരു ബൈറ്റ് കൊടുത്ത് പോകാന്നുള്ള സെറ്റപ്പിലേക്ക് നിങ്ങൾ മാറിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി രക്ഷയുള്ളൂ. അല്ലാതെ ഇനി നിങ്ങൾ വന്നിട്ട് ഇനി അയ്യോ എന്നെ പറഞ്ഞേ എന്നുള്ള കരച്ചിൽ വരവാദമായിട്ട് വന്നു കഴിഞ്ഞാൽ നാട്ടിലെടുക്കാൻ പോകണില്ല. എല്ലാത്തിലും ഓഡിറ്റ് വരാനും തുടങ്ങും.